ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ടൊരു ഫിഷ് കറിയാണ് കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇത് ശരിക്കും കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത് ഗോതമ്പ് ദോശ, പുട്ട്, പിന്നെ അരിദോശ, പിന്നെ ചപ്പാത്തി, ഇതിനൊക്കെ നല്ല കോമ്പിനേഷൻ. റൈസിന് നല്ലതാണ്, പക്ഷേ കൂടുതൽ എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കാന്താരി മുളകും ചെറിയ ഉള്ളിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതൊരു 4 അല്ലിയുണ്ട്. വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് കേട്ടോ അത്ര ഇതായിട്ട് ക്വാണ്ടിറ്റി ആയിട്ട് തോന്നിയത്. പിന്നെ അതനുസരിച്ചുള്ള തന്നെ ഇഞ്ചി എടുക്കണം. സെയിം അളവായിരിക്കണം ഇഞ്ചിയും വെളുത്തുള്ളി. അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചിയാണെങ്കിൽ 1 ടീസ്പൂൺ തന്നെ വെളുത്തുള്ളി ഇടണം. പിന്നെ ഞാനൊരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ആ സവോള ഇങ്ങനെ നീളത്തിലരിഞ്ഞത് തന്നെ വേണേ. അത് കഴിഞ്ഞ് ഇതുപോലെ നല്ലപോലെ വഴറ്റിയെടുക്കുക. ആ സവോള ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി, വീട്ടിൽ ഹോം മെയ്ഡ് ഗരം മസാലപ്പൊടി മതി കേട്ടോ. അതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ മസാലയുടെ ആ ഒരു പച്ച മണവും കുത്തലും ഒക്കെ ഇല്ലേ, അത് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് നല്ലപോലെ ഒരു 5-10 മിനിറ്റ് ഇളക്കണം കേട്ടോ. അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇതുപോലെ ഒന്ന് ആയിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തിക്ക് കോക്കനട്ട് മിൽക്കാണ് ഞാനിത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. 1 ഗ്ലാസ് തിക്ക് കോക്കനട്ട് മിൽക്ക് ചേർക്കുക. അതും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. മീൻ നമുക്ക് ഇഷ്ടമുള്ള മീനിടാം. ഞാനിവിടെ ബാരക്കുടയാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞ് മീൻ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കുക. കാരണം മീൻ ഇപ്പം നമുക്ക് സ്പൂണൊക്കെ ഇട്ട് ഇളക്കാം, കാരണം വെന്തില്ലല്ലോ. വെന്തതിന് ശേഷം നമ്മൾ സ്പൂണൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാത്രം ഒന്ന് കുലുക്കി കൊടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കിത് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അതിന് ശേഷം നമുക്ക് തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കുക. മല്ലിയില എല്ലായിടത്തേക്കും ഞാനൊന്ന് ഇത് സ്പ്രെഡ് ചെയ്തിടുവാണ്. അത് കഴിഞ്ഞ് ഒന്ന് തിളപ്പിക്കുക. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് തിക്ക് കോക്കനട്ട് മിൽക്ക് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. 1/4 ഗ്ലാസ് ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഫിഷ് കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഫിഷ് കറിയല്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ശരിക്കും ഗോതമ്പ് ദോശ, ഈ വൈകുന്നേരം ടൈമിൽ ദോശയൊക്കെ കഴിക്കുന്നവർക്ക് പറ്റിയ ഒരു ഫിഷ് കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സി യു.